വരുന്നു. ഞാൻ ഈ വിവാഹത്തിന്റെ കാര്യം കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ള പറഞ്ഞ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്കുള്ള ഒരു ഏർപ്പാടല്ലല്ലോ. അപ്പോൾ അതിനകത്തൊരു വലിയൊരു കൊടുക്കൽ വാങ്ങലുകളുണ്ട്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രോഗ്രാമിൽ തന്നെ പറഞ്ഞു, എപ്പോഴും നിങ്ങളുടെ വധുവോ വരനോ ഒക്കെ പലപ്പോഴും ഒരു റിലീജിയസ് പ്രോഡക്റ്റ് ആയിരിക്കും. അവർ മാത്രമായിരിക്കില്ല, നിങ്ങളുടെ ഭാര്യ മാത്രമായിരിക്കില്ല, അവരുടെ കുടുംബം, അവരുമായി ബന്ധപ്പെട്ട ആൾക്കാർ, ഇതെല്ലാം ഒരു പാക്കേജാണ്. നിങ്ങൾ ഈച്ച് ആൻഡ് എവറിത്തിങ് എവറി ടൈം നിങ്ങൾക്ക് ഓരോ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരികയാണ്. നിങ്ങൾക്കറിയാം, എപ്പോഴും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷൻ റിഡൻ ആയിരിക്കും. തന്നെ നടക്കും. ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ മിടിപ്പ്, നിങ്ങൾക്ക് തീരുമാനം എടുക്കേണ്ട മിടിച്ചുകൊണ്ടേയിരിക്കും, മരിക്കുന്നവരങ്ങനെ സംഭവിക്കും. മനസ്സിലായോ? പിന്നെ പഠിക്കണോ പഠിക്കണ്ടയോ, വെള്ളം അടിക്കണോ അടിക്കണ്ടയോ, ഇതൊക്കെ നിങ്ങൾ തീരുമാനം എടുക്കണ്ടേ. അതുകൊണ്ട് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും. ഒരു തീരുമാനം എടുക്കേണ്ടതായ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സുഖപ്രദം. ഒരു മതജീവിയെ സംബന്ധിച്ചോളം മതാചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രത്യേകിച്ച് അവൻ തീരുമാനം എടുക്കേണ്ട, അവനങ്ങ് ചെയ്താൽ മതി, ഒഴുക്കിൻ്റെ കൂടെ അങ്ങ് പോയാൽ മതി. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു മതാധിഷ്ഠിത സമൂഹത്തിൽ ഒരു അവിശ്വാസിക്ക് ഓരോ നിമിഷവും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. തീരുമാനങ്ങൾ എടുക്കുന്നത് സൗജന്യമല്ല, അതിന് കോസ്റ്റ് ഉണ്ട്, അതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഗുരുവായൂർ ചോറൂണ് നടത്തണമെന്ന് പറയണം. ആകെ ഒരു കുട്ടി ഉണ്ടായി, അവരുടെ ലോജിക്ക് അങ്ങനെയാണ്. അവനിനി എന്തെങ്കിലും സംഭവിച്ചാലോ, നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ അവിശ്വാസിയാണ്, നിങ്ങളത് കൊണ്ടുപോയിക്കോളൂ, എന്നിങ്ങനെ ഒരുപാട് കാര്യം. നിങ്ങൾ വരുന്നുണ്ടോ, ഇനി ഞാൻ എൻ്റെ മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും, അല്ലെ ഭർത്താവിൻ്റെ ഇരിക്കായാലും നോക്കും. ഇങ്ങനെ ഒരുപാട് ടെൻഷൻ വരികയും ദിവസവും ഉള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇയാൾ ഫ്രീ തിങ്കറാണ്. ഫ്രീ തിങ്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വതന്ത്രമായി ചിന്തിക്കുക, മറ്റുള്ളവരെ സ്വതന്ത്രമായി ചിന്തിക്കാൻ അനുവദിക്കുക. അതാണല്ലോ എൻ്റെ അടിസ്ഥാനം. അല്ല, ഞാൻ സ്വതന്ത്രമായി ചിന്തിക്കും, പക്ഷേ എല്ലാവരും ഞാൻ ചിന്തിക്കുന്നതോളം ചിന്തിക്കണം എന്ന് പറഞ്ഞാൽ അതിനെ ഫ്രീ തിങ്കിങ് എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, ഓരോരോ ഇത് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇവർ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള പ്രഷർ ഉണ്ടാക്കാതിരിക്കുക. അത് സാധിക്കില്ല, ഞങ്ങൾ പ്രഷർ തരും, ഞങ്ങളിങ്ങനെ ഇല്ല, ഇത് കേട്ടില്ല, ആണി കേട്ടില്ല, ഞാനിങ്ങനെ ആണി കയറ്റിക്കൊണ്ടേയിരിക്കും, പക്ഷെ നീ കരയോ ഇല്ലയോ എന്നുള്ളതാണ്. അല്ലേ, ആണി കുറേ കയറ്റുമ്പോൾ കരയത്തില്ലേ മനുഷ്യർ? ചിലർ കരയത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചിരിക്കും, കട്ട നിരീശ്വരവാദി. എത്ര പേരെ കൊണ്ട് പറ്റും? നീ ആണി മാറ്റൂ, നീ ഇത് കുത്തിക്കയറ്റുന്ന സാധനം മാറ്റൂ. മതമെന്ന് പറയുന്നത് അവൻ്റെ സാമൂഹ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെയും കുടുംബം പോലെയുള്ള സ്ഥാപനങ്ങളിലൂടെയും അവിശ്വാസിയുടെ മേലിൽ നിരന്തരമായി ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ പറയുന്നുണ്ട്, വീട്ടിൽ നിന്ന് സന്ധ്യാദീപം കൊളുത്തുന്ന അമ്മ എന്താ വേണം? മേലിൽ ഇവിടെ സന്ധ്യാദീപം, ഞാൻ വലിയ നിരീശ്വരവാദിയാണ്, മേലിലൂടെ കൊളുത്തരുതെന്ന് പറഞ്ഞാൽ എല്ലാം വലിച്ചു പറിച്ച് തോട്ടിക്കളയണം. അല്ല, എന്താ ഞാൻ പറഞ്ഞ വിഷയമാണ്. തോട്ടിക്കളഞ്ഞാൽ എന്താ പറയും? നോക്കൂ, ഇവൻ ഇത്രയും തറയാണോ ഇവൻ? അവൻ്റെ പാവം ആ സ്ത്രീ എന്തെങ്കിലും ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ, ഇവനങ്ങ് വലിയ ഇതായിക്കോട്ടെ. ഇവിടെ ഒന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാനുള്ള സാഹചര്യത്തിൽ ഏതെങ്കിലും ഒന്നും ചെയ്തല്ലേ പറ്റൂ. ഇനി വേറൊന്നുണ്ട്, ഹിന്ദു ആചാരങ്ങൾ അനുഷ്ഠിച്ചു വരുന്ന വിവാഹം, പെൺകുട്ടി വിവാഹം